നമസ്കാരം. നമ്മുടെ പ്രേക്ഷകർ സ്വാഭാവികമായും എൻ്റെ തിരഞ്ഞെടുപ്പ് വിശകലനങ്ങൾ കണ്ടില്ല എന്ന ചിന്തയിലായിരിക്കും. മറുപടിയുമായി ഞങ്ങളുണ്ട്. തിരഞ്ഞെടുപ്പിലേക്ക് കടക്കുകയാണ്, വിശകലനങ്ങളിലേക്ക് കടക്കുകയാണ്. തിരഞ്ഞെടുപ്പ് വിശകലനം എന്ന് പറയുന്നത് വൈകാരികമായി കാണേണ്ടുന്ന ഒന്നല്ല. എനിക്കും നിങ്ങൾക്കും ഓരോ പാർട്ടിയിൽ വിശ്വാസം ഉണ്ടാവും, പ്രസ്ഥാനങ്ങളിൽ വിശ്വാസം ഉണ്ടാവും. വൈകാരികമായി കണ്ടാൽ ആ പ്രസ്ഥാനം വിജയിക്കണമെന്ന് നമുക്ക് ഏവർക്കും തോന്നും. പക്ഷെ അങ്ങനെയല്ല. വസ്തുതകളും കണക്കുകളും മുൻകാല കണക്കുകളും പരിശോധിച്ച് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യങ്ങളും കൂടി കലർത്തി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നൊരു വിലയിരുത്തൽ മാത്രമാണ് വാസ്തവത്തിൽ. ആ വിലയിരുത്തൽ ഒരുപക്ഷെ ഈ ഇലക്ഷനിലേക്ക് പോകാൻ ഇനിയും 10-ലേറെ ദിവസങ്ങളുള്ള സാഹചര്യങ്ങൾ ഏത് നിമിഷവും ഇത് മാറാവുന്ന സാഹചര്യം ആണ് കേരളത്തിൽ നിന്നുള്ള എവിടെയും ഉള്ളത്. അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് ഈ വിശകലനം ഞങ്ങൾ ആരംഭിക്കുന്നത്. കേരളത്തിലെ പ്രധാനപ്പെട്ട മണ്ഡലങ്ങളുടെ ഞങ്ങൾക്ക് പ്രധാനമെന്ന് തോന്നുന്ന മണ്ഡലങ്ങളാണ് ഞങ്ങൾ വിശകലനം ചെയ്യുന്നത്. അത് യാതൊരു വിധത്തിലുള്ള രാഷ്ട്രീയ പ്രതിപത്തിയും ഇല്ലാതെ ഞങ്ങൾ വളരെ നിഷ്പക്ഷമായിട്ടാണ് കണക്കുകൾ വച്ചിട്ട് ആധികാരികമായി പറഞ്ഞു പോകുന്നത്. ഇതിലേറെ ഞാൻ പറയുന്നതിലേറെ 8-10 മിനിറ്റ് എടുത്ത് ഞങ്ങളിത് പറയുമ്പോൾ അതിലേറെ കാര്യങ്ങൾ ഒരുപക്ഷെ ആ പ്രദേശത്തെ ആൾക്കാർ, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാമായിരിക്കും. എല്ലാവരും പൊളിറ്റിക്കലി ലിറ്ററേറ്റ് ആയിരിക്കും സ്വാഭാവികമായും. എങ്കിലും പെട്ടെന്ന് തന്നെ കാര്യങ്ങളിലേക്ക് വരാം. ആദ്യം ഞങ്ങൾ പോകുന്നത് മഞ്ചേശ്വരത്തേക്കാണ്. മഞ്ചേശ്വരത്തെ സാഹചര്യം പറയാം. വളരെ സെൻസിറ്റീവായിട്ടുള്ള ഒരു മണ്ഡലമാണ് മഞ്ചേശ്വരം. പല കാരണങ്ങൾ കൊണ്ടും BJPയിലെ അവിടെ സെൻസിറ്റീവ് ആവുന്നതും ശ്രദ്ധാകേന്ദ്രമാകുന്നതും എന്ന് പറയുന്നത് കെ സുരേന്ദ്രൻ ഒരു നാൾ 100 വോട്ടിൽ താഴെ പരാജയപ്പെടുന്നു. തൊട്ടടുത്ത തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം 745 വോട്ടുകൾ, 1000 താഴെ വോട്ടുകൾക്ക് പരാജയപ്പെടുന്നു. വോട്ടേഴ്സിന്റെ എണ്ണം ആ കാലയളവിൽ വർദ്ധിച്ചിരുന്നു. അങ്ങനെ BJPക്ക് തൊട്ടില്ല എന്നുള്ള മട്ടിൽ വിജയം നഷ്ടപ്പെട്ടു പോയ മണ്ഡലം എന്ന രീതിയിലാണ് മഞ്ചേശ്വരം ഖ്യാതി നേടുന്നത് ഏറെക്കാലം മുമ്പ്. അതുകൊണ്ട് തന്നെ ഈ മണ്ഡലം സ്വാഭാവികമായിട്ടും മണ്ഡലത്തെക്കുറിച്ച് പറയുമ്പോൾ ആദ്യം ചിന്തിക്കേണ്ടത് ഉമേഷ് റാവു എന്ന് പറയുന്ന ആദ്യ വിജയി, 1957 ആദ്യ വിജയി. അതിനൊരു പ്രത്യേകതയുണ്ടായിരുന്നു. മണ്ഡലത്തിലെ വോട്ടെണ്ണൽ നടക്കും മുമ്പ് വിജയയെ പ്രഖ്യാപിച്ച ഒരു ചരിത്രമാണ്. വലിയൊരു റെക്കോർഡാണ് മഞ്ചേശ്വരത്തെ ആൾക്കാർക്കുള്ളത്. ഉമേഷ് റാവു ആയിരുന്നു. കാരണം അദ്ദേഹത്തിന് എതിരാളികളില്ലായിരുന്നു. അതായിരുന്നു സംഭവിച്ചത്. പിന്നീടൊന്നും സംഭവിക്കാത്ത ഒരു കാര്യം, റെക്കോർഡ്. അങ്ങനെ കേരളത്തിലെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ ആദ്യ വിജയെ പ്രഖ്യാപിക്കുന്നത് എതിരില്ലാതെയാണ്. അത് മഞ്ചേശ്വരത്തുണ്ടായിരുന്നു. ഉമേഷ് റാവു അവിടെ നിൽക്കട്ടെ, കൂടുതൽ കാര്യങ്ങളിലേക്ക് നമുക്ക് വരാം. പിന്നീട് മണ്ഡലം മാറി മറിഞ്ഞു. 10,000-ലധികം വോട്ടുകളൊന്നും പലപ്പോഴും ഭൂരിപക്ഷത്തിലേക്ക് പലപ്പോഴും ഈ മണ്ഡലത്തിൽ പോയിട്ടില്ല. കണക്ക് വെച്ച് നോക്കുകയാണെങ്കിൽ പലപ്പോഴും നേരിയ ഭൂരിപക്ഷമായിരുന്നു. ആ നേരിയ ഭൂരിപക്ഷത്തിന്റെ ഒടുവിലത്തെ ചിത്രമാണ് ഞാൻ ഈ പറഞ്ഞത്. 2016-ലും 2019-ലും സുരേന്ദ്രന് പിണഞ്ഞ തോൽവി. മറ്റൊരു കാര്യം കൂടി സാന്ദർഭികമായി പറയേണ്ടതുണ്ട്. ഈ മണ്ഡലത്തിൽ സ്വാഭാവികമായും BJPക്ക് നല്ല വേരോട്ടമുള്ളതുകൊണ്ടാണ്. കർണാടക അതിർത്തിയോട് ചേർന്ന് കിടക്കുന്ന മണ്ഡലമാണ്. ഭാരതീയ ജനതാ പാർട്ടിക്ക് സ്വാധീനമുള്ള മേഖലയാണ്. ഏതാണ്ട് ഒരു 58% മുസ്ലിം ജനവിഭാഗവും ഒരു 39% മാത്രം ഹിന്ദു വിഭാഗമുള്ളൊരു മണ്ഡലമാണിത്. കണക്കിൽ ചില വ്യത്യാസങ്ങളൊക്കെ വന്നേക്കാം. പക്ഷെ എങ്കിൽ കൂടിയും സ്വാഭാവികമായും നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും ഒരു ഹിന്ദു വോട്ടുകളുടെ ധ്രുവീകരണം സംഭവിച്ചാൽ പോലും അദ്ദേഹം അങ്ങനെ ഒരാൾ ജയിക്കേണ്ട മണ്ഡലമല്ല ഇത്. പക്ഷെ പല കാരണങ്ങളുണ്ട് ഇലക്ഷൻ അങ്ങനെ കാണാൻ കഴിയില്ല. ഒന്നും പോയാൽ ചിലപ്പോൾ നമ്മൾ ഉദ്ദേശിക്കുന്ന കണക്കായിരിക്കില്ല റിസൾട്ട് എന്ന് പറയുന്നത്. ഞാൻ കാര്യത്തിലേക്ക് വീണ്ടും വരുന്നു. ഇങ്ങനെയാണ് 2 തവണയും ജയിച്ചത്. കഴിഞ്ഞ 2 ഇലക്ഷനുകളിലും ഒന്ന് PB അബ്ദുൾ റസാഖ് ഈ മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചിരുന്നു. അദ്ദേഹം UDF കാൻഡിഡേറ്റ്, IUMLന്റെ മുസ്ലിം ലീഗിന്റെ കാൻഡിഡേറ്റ് വിജയിച്ചിരുന്നു. രണ്ടാമത് 2021 വരുമ്പോൾ AK മഷ്റഫാണ്. വളരെ മികച്ച പ്രവർത്തനമുള്ള ഒരു ചെറുപ്പക്കാരനായ മനുഷ്യനാണ്. അദ്ദേഹമാണ് അടുത്ത തവണ ജയിക്കുന്നത്. അവിടെ 2 ഭാഗത്തും സുരേന്ദ്രനായിരുന്നു രണ്ടാമത് വന്നിരുന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഒരു തവണ 56-ഉം അടുത്ത തവണ 65-ഉം 16-ലും 21-ലും സുരേന്ദ്രൻ പിടിക്കുമ്പോൾ 2 സമയത്തും മൂന്നാമത് വന്നു പോയ ആൾക്കാരാണ് CPM എന്ന് പറയുന്ന പ്രസ്ഥാനം. 42,000-ഉം 40,000-ഉം, അതാണ് ഏതാണ്ട് ഈ 40,000-ആണ് റേഞ്ചിൽ അവർക്ക് നിൽക്കുന്നതെന്ന് അർത്ഥം. കണക്കുകളാണ് ഞാൻ ഈ പറയുന്നത്. മറ്റൊന്ന്, മഞ്ചേശ്വരം മണ്ഡലമാണ്. ഈ ഒട്ടുമറിക്കലിൽ അത് നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് വേറെ കേസ്. ഒട്ടുമറിക്കൽ ആരോപണം വളരെ ഭംഗിയായി നടക്കുന്നു. അത് BJP വരാതിരിക്കാൻ നടക്കുന്നു എന്ന് ആരോപണം നേരിട്ട കേരളത്തിലെ ആദ്യ മണ്ഡലമാണ് വാസ്തവത്തിൽ. അതും മഞ്ചേശ്വരത്തായിരുന്നു. അവിടെയാണ്, അതായത് KG മാരാർ ഉൾപ്പെടെയുള്ള ആൾക്കാരും ഭാരതീയ ജനതാ പാർട്ടിയുടെ കേരളത്തിൻ്റെ പുറത്തുനിന്നുള്ള ബോർഡർ ആയതുകൊണ്ടും ബഹുഭാഷകൾ സംസാരിക്കുന്ന ആൾക്കാരായതുകൊണ്ടും ഈ ഭാഷാ പ്രാവീണ്യവും ഒക്കെ ആൾക്കാർ കൂടുതൽ സ്വാധീനിക്കുന്നു എന്നുള്ളതുകൊണ്ടും മുസ്ലിം വോട്ട്സിൻ്റെ ഒരു പോളറൈസേഷൻ സ്വാഭാവികമായി സംഭവിച്ചൊരു മണ്ഡലം എന്ന പേരിലും ഒക്കെ തന്നെയാണ് വാസ്തവത്തിൽ ഈ മണ്ഡലം
ശ്രദ്ധ ആകർഷിച്ചത്. അപ്പോൾ ഞാനീ പറഞ്ഞ സാഹചര്യങ്ങളിൽപ്പെട്ട് നിൽക്കുന്ന ഒരു ഇടമാണ് പിന്നെ മഞ്ചേശ്വരം എന്ന് പറയുന്നത്. അവിടെ സ്വാഭാവികമായിട്ടും CPIക്ക് ആദ്യകാലങ്ങളിൽ രണ്ട് തവണകളിൽ CPI അവിടെ വിജയിച്ചിരുന്ന മണ്ഡലവും കൂടിയാണ്. പിന്നീടാണ് അത് മുസ്ലിം ലീഗിൻ്റെ പരിധിയിലേക്ക് കാര്യങ്ങൾ വരുന്നത്. പിന്നെയാണ് ഹിന്ദു പോളറൈസേഷൻ്റെ ഒരു വോട്ടുകളുടെ ധ്രുവീകരണം ഉണ്ടാകുന്നു, പരമാവധി വോട്ടുകൾ അവിടെ നിൽക്കുന്നു. ഈ സാഹചര്യത്തിൽ പറയാൻ പോകുമ്പോൾ ഇക്കുറി അവിടെ മത്സരിക്കുന്ന ആൾക്കാരെന്ന് പറയുന്നത് AK മഷ്റഫ് മുസ്ലിം ലീഗിൻ്റെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നു. KR ജയാനന്ദയാണ് പിന്നെ LDFിൻ്റെ സ്ഥാനാർത്ഥി. നിങ്ങൾക്കറിയാം, കൂട്ടത്തിൽ K സുരേന്ദ്രനുമുണ്ട്. ഇക്കുറി വിജയിക്കാൻ കാരണം എന്ന വാശിയിലാണ് K സുരേന്ദ്രൻ. വോട്ട് ശതമാനം കുറച്ച് കൂടിയിട്ടുണ്ടാകും. സ്വാഭാവികമായിട്ട് SIRൻ്റെ ഒരു അത് ഏതെങ്കിലും തരത്തിൽ സ്വാധീനിക്കാനുള്ള സാധ്യതയുണ്ട്. ഇനി കാര്യങ്ങളിലേക്ക് വരാം. ഈ ജയാനന്ദ എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും മറ്റൊരു സ്ഥാനാർത്ഥിയായിരുന്നു വാസ്തവത്തിൽ മഞ്ചേശ്വരത്ത് ആദ്യകാലങ്ങളിൽ കേട്ടത്. പക്ഷേ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ ജയാനന്ദയിലേക്ക് വന്നു. അതിൽ ചില എതിർപ്പുകളുണ്ട്. ജയാനന്ദയെ നിർത്തുമ്പോൾ സ്വാഭാവികമായിട്ട് ഹിന്ദു വോട്ടുകൾ വിഘടിക്കാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് നാരോ മാർജിനിൽ വിജയിച്ചു പോകുന്ന ഒരു സ്വഭാവം കാട്ടുന്ന മണ്ഡലത്തിൽ സ്വാഭാവികമായിട്ടും ഹിന്ദു വോട്ടുകൾ വിഘടിച്ചു പോയാൽ അതിന് ഒരു കുറച്ച് ശതമാനം വോട്ട് പിടിച്ചു, കുറച്ച് ശതമാനം പോലും വേണ്ട, ഏതാനും വോട്ടുകൾ മേടിച്ച് പോയാൽ പോലും സുരേന്ദ്രൻ്റെ നേരത്തെ അവർക്ക് സാധ്യത ഉണ്ടായിരുന്നു. ഒരു ക്രോസ് വോട്ടിങ്ങിന് സാധ്യത വെച്ചുകൊണ്ട് സുരേന്ദ്രൻ തോൽപ്പിക്കാൻ കഴിയുമായിരുന്നു. പക്ഷേ സാഹചര്യം 2026 അങ്ങനെയല്ല. രണ്ട് മുന്നണികൾക്കും ഡു ഓർ ഡൈ സിറ്റുവേഷനാണ്. അങ്ങനെ സാഹചര്യം വരുമ്പോഴത്തേക്ക് ഒരു സീറ്റ് കളയാൻ ഒരു പാർട്ടിയും ശ്രമിക്കാത്ത ഒരു സിറ്റുവേഷനിൽ സ്വാഭാവികമായും അതിലിടയിൽ കൂടി സുരേന്ദ്രൻ കടന്നു വന്നാലോ എന്നൊരു ചിന്ത ഉണ്ടായേക്കാം. അങ്ങനെ ഒരു ചിന്ത ഉണ്ടെങ്കിൽ സ്വാഭാവികമായും ഒരു മുസ്ലിം കാൻഡിഡേറ്റിനെ നിർത്തി മുസ്ലിം വോട്ട് വിഭജിപ്പിക്കുന്നതിലും ഭംഗിയാണ് ഒരു ജയാനന്ദ എന്ന് പറയുന്ന ഒരു ഹിന്ദുവിനെ കൊണ്ട് നിർത്തുക എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും അവിടെയാണ് അതുമായി ബന്ധപ്പെട്ട് ചില രാഷ്ട്രീയ പ്രശ്നങ്ങളും പാർട്ടിയിലെ ചില ഇഷ്യൂസ് കൊണ്ട് അല്ലെങ്കിൽ വിശദമായി ഞാൻ കടക്കുന്നില്ല, വളരെ കൃത്യമായി സ്പെസിഫിക് ആയിട്ട് മാത്രം കാര്യങ്ങളിലേക്ക് വരികയാണ്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ട് വിഭജിക്കുമോ ഇല്ലയോ എന്നുള്ളത് ഹിന്ദു വോട്ടുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചരിക്കുമോ എന്നുള്ള കാര്യം നമുക്ക് കാത്തിരുന്ന് കാണേണ്ട വിഷയമാണ്. എന്തായാലും സാഹചര്യങ്ങൾ ഇങ്ങനെയാണ് വരുന്നത്. എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത്, ഈ കൊങ്കണി കാത്തലിക് സ്ഥാനാർത്ഥിയായിട്ട് ഒരു ജീൻ ലവീന മൊണ്ടേറ എന്ന് പറയുന്ന ഒരു വനിത അവിടെ മത്സരിക്കുമെന്ന് പറഞ്ഞിരുന്നൊരു സാഹചര്യമുണ്ട്. കാരണം അവരുടെ ആവശ്യം ഇതായിരുന്നു. ഇപ്പോൾ ഏതാണ്ട് 7000-ഓളം വോട്ടുകൾ അവർക്കുണ്ട്. അതെങ്ങനെ മാറുമെന്നുള്ളത് നമുക്കറിയില്ല. സ്ഥാനാർത്ഥിത്വം ആ പട്ടിക അത് പിൻവലിക്കാനുള്ള സമയത്തിന് മുമ്പാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. സ്വാഭാവികമായിട്ടും അവർ സ്ഥാനാർത്ഥിത്വം കൊടുത്തിട്ടുണ്ടോ പിൻവലിച്ചിട്ടുണ്ടോ കാര്യങ്ങൾ ഇനി വരും ദിവസങ്ങളിൽ തെളിയേണ്ടതാണ്. അവരുടെ ഉദ്ദേശം അവർ ഈ കാത്തലിക് പ്രസ്ഥാനത്തിൻ്റെ പ്രതിനിധിയായി അവർ കോൺഗ്രസിൽ ടിക്കറ്റിൽ മത്സരിച്ച് വന്നിരുന്ന വനിതയാണ്. അവരുടെ ആവശ്യത്തിലേ ഉള്ളൂ അതിനെ അവരുടെ ഈ വിഭാഗത്തെ ലാറ്റിൻ കാത്തലിക്കായി കൺവേർട്ട് ചെയ്യണം എന്നുള്ളതാണ്. അപ്പോൾ ആ ഒരു ആവശ്യമായി കോൺഗ്രസിൽ അവർ നിന്നിരുന്നു, നടന്നില്ല. LDF അതിനെ വേണ്ട വിധം ചെവിക്കൊണ്ടിട്ടില്ല. അതിന് BJP ചെവിക്കൊള്ളുമെങ്കിൽ ചിലപ്പോൾ ആ വോട്ടുകൾ ചിലപ്പോൾ എത്രയെങ്കിലും കുറച്ച് വോട്ടുകൾ ഇങ്ങോട്ട് വന്നാനുള്ള സാഹചര്യമുണ്ട്. അത് ഇനി കാലം തെളിയിക്കേണ്ടതാണ്. അത് വരും ദിവസങ്ങളിൽ മണിക്കൂറുള്ളത് തെളിയും. അതിന് മുമ്പായിട്ട് വല്ല ഡീലുണ്ടായിട്ട് ഇവർ മാറുന്നുണ്ടോ അതൊക്കെ അവിടെ നിൽക്കട്ടെ. പക്ഷേ സാഹചര്യങ്ങളെന്ന് പറയുന്നത്, ഞാൻ പറഞ്ഞു വരുന്നത്, കാസർഗോഡ് മണ്ഡലത്തിലെ മറ്റൊരു സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് ML അശ്വിനിയാണ്. അതായത് 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച BJPയുടെ കാൻഡിഡേറ്റ് മത്സരിച്ച ML അശ്വിനി നേടിയ ഈ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ രാജ്ഭവൻ ഉണ്ണിത്താൻ വിജയിക്കുന്ന സമയത്ത് അവിടെ സ്ഥാനാർത്ഥിയായി നിന്ന ML അശ്വിനിക്കും ഉണ്ണിത്താനും UDFനും LDFനും NDക്ക് കിട്ടിയ വോട്ടുകൾ കൂടി നമുക്ക് പരിശോധിക്കാം. അന്ന് രാജ്ഭവൻ ഉണ്ണിത്താന് വലിയ തോതിലുള്ള ലീഡ് ഉണ്ടായിരുന്നു. 74,000-ലധികം വോട്ടുകളാണ് അദ്ദേഹത്തിന് അന്ന് കിട്ടിയത്. MV ബാലകൃഷ്ണൻ മാസ്റ്റർക്ക് 30,000, LDFന് അത്രേ കിട്ടിയുള്ളൂ. പക്ഷേ ഒരു ML അശ്വിനി അവിടെ നേടിയത് 57,000-ൽ പരം വോട്ടുകളാണ്. നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് 57,000 വോട്ടുകൾ അവിടെ ലഭിച്ചിരുന്നു കാസർഗോഡ് നിയമസഭാ മണ്ഡലത്തിൽ 2024 ലോക്സഭയിൽ മത്സരിക്കുമ്പോൾ. അത് തെളിയിക്കുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, സ്വാഭാവികമായിട്ടും K സുരേന്ദ്രന് അത് ഈ 57 വോട്ട് കിട്ടുന്നു. കഴിഞ്ഞ തവണ 2021 K സുരേന്ദ്രൻ തന്നെ 65,000-ൽ പരം വോട്ടുകളാണ് പിടിച്ചിരുന്നത്. അതായത് ആ മണ്ഡലത്തിൽ BJPക്ക് ഉള്ള സ്വാധീനം ലേശം പോലും കുറഞ്ഞിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ഒരു സാഹചര്യത്തിലാണ് 2026 തിരഞ്ഞെടുപ്പ് വരുന്നത്. ജയാനന്ദ എന്ന് പറയുന്ന കാൻഡിഡേറ്റിന് എത്ര കണ്ട് ഈ വോട്ടുകൾ സ്വാഭാവികമായിട്ടും ഒരു പോളറൈസേഷൻ സംഭവിച്ച് കഴിഞ്ഞ ഒരു മണ്ഡലമാണ്. മറ്റ് അടിയൊഴുക്കുകളൊന്നും സംഭവിച്ചില്ല എങ്കിൽ നെക്ക് ടു നെക്ക് ഫൈറ്റ് ആയിരിക്കും. നമുക്കൊരിക്കലും വൈകാരികമായി നമുക്ക് പറയാം ഇത്തവണയെങ്കിലും സുരേന്ദ്രൻ ജയിക്കുമോ, അല്ലെങ്കിൽ IUML ഇത് നിലനിർത്തുമോ, അതൊക്കെ നമുക്ക് ചോദിക്കാൻ പറ്റും. ഇത് ഇടതുപക്ഷം സ്വാഭാവികമായിട്ടും മുകളിൽ നിന്ന് കയറി വരുന്ന ഒരു കാഴ്ച അത് അത്ര കണ്ട് യേശുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ അതും സംഭവിച്ചു കൂടായികയില്ല. പക്ഷെ കണക്ക് വെച്ചിട്ടുള്ള പറച്ചിലുകൾ മാത്രമാണത്. അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും ഇക്കുറിയും ഒരിക്കൽ കൂടി സുരേന്ദ്രൻ തോക്കാൻ 2-3 ചോദ്യങ്ങളാണ് വരുന്നത്. ഈ വോട്ടിംഗ് പാറ്റേണിൽ ഏതെങ്കിലും തരത്തിൽ വരുമോ? ഭരണവിരുദ്ധ വികാരം എന്ന് പറയുന്ന സോക്കോൾഡ് ഭരണവിരുദ്ധ വികാരം ഇവിടെ അലയടിക്കുമോ? UDF ഒരു തവണ കൂടി പുറത്തു നിന്ന് കഴിഞ്ഞാൽ ഉണ്ടാകുന്ന ശ്വാസം മുട്ടി ചാവലിന് കാരണക്കാരനായി കാസർഗോഡിലെ ഏതെങ്കിലും ഒരു
മണ്ഡലത്തിൽ കോൺഗ്രസിൻ്റെ IML എന്ന് പറയുന്നത് ആ UDF-ലേക്കല്ലേ വരുന്നത്. അപ്പോൾ അതിനുള്ള സ്ഥാനാർത്ഥിത്വം അവർ ജയിക്കാതിരിക്കാനുള്ള സാഹചര്യം അവിടെ ഉണ്ടാകുമ്പോൾ BJPക്ക് വളരെ കഷ്ടപ്പെട്ട് നിൽക്കുന്ന പല കഷ്ടപ്പെട്ട ഇൻ ദ സെൻസ് 2 തവണയും കപ്പിനും ചുണ്ടിനിടയിൽ പോയ സുരേന്ദ്രനെ വീണ്ടും ഒരിക്കൽ കൂടി സ്വാഭാവികമായിട്ടും ജയിച്ചു കാണുന്ന ഒരു ആഗ്രഹം ഉണ്ടാവും. അതിൻ്റെ ഒരു സിമ്പതിയെങ്കിലും തോന്നിയിട്ട് ഏതെങ്കിലും ഒരു അംശം വോട്ട് അദ്ദേഹത്തിന് കൂടുതൽ കിട്ടുമോ? ഇത്തരം ചോദ്യങ്ങളാണ് വാസ്തവത്തിൽ. കണക്കുകൾ ഒരാളിലേക്ക് ഉറപ്പിക്കാൻ നമുക്ക് കഴിയുന്നില്ല. സ്വാഭാവികമായിട്ടും ഇവിടെ നെക്ക് ടു നെക്ക് ഫൈറ്റ് തന്നെയാണ്. അത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറാം. ഒരു അസംതൃപ്ത വിഭാഗം ഇവിടെ ഉണ്ട്. അത് ജയാനന്ദയുടെ കാൻഡിഡേറ്ററുമായി ബന്ധപ്പെട്ടിട്ടുള്ള വിഷയമാണ് അവിടെ വന്നത്. അത് ചെറിയ ഒരു അനക്കം പോലും, ചെറിയ ഒരു മാറ്റം പോലും മറ്റൊരു എതിർ സ്ഥാനാർത്ഥിയുടെ വോട്ടായി മാറുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ കഴിഞ്ഞ ലോക്സഭാ തിരഞ്ഞെടുപ്പ് വരുമ്പോൾ പോലും സാഹചര്യങ്ങൾ ഇങ്ങനെയാണ്. മാറ്റങ്ങളില്ലാത്ത തുടരുന്നൊരു മണ്ഡലമാണ്. ഏറെക്കുറെ UDF ഉറപ്പിച്ചാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ ആ ഉറപ്പിലും വലിയ കാര്യങ്ങളൊന്നുമില്ല. ഇതിൽ അത്ഭുതങ്ങളെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇത് ചെറിയ ഒരു ശതമാനം തന്നെയായിരിക്കും ഇക്കുറിയും സ്വാഭാവികമായും സംഭവിക്കുക. ഞങ്ങളുടെ അരൂനായുടെ പ്രേക്ഷകരോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, നമുക്ക് വേണമെങ്കിൽ വൈകാരികമായി ഇന്ന ആൾക്ക് ഇക്കുറിയെങ്കിലും ജീവിക്കുമെന്ന് പറയാം. അങ്ങനെ ഒരു പ്രവചനത്തിന് ഞങ്ങളില്ല. ഇതൊക്കെയാണ് അതിൻ്റെ ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. പൊളിറ്റിക്കലി അത് ഏതൊക്കെ അളവിൽ ആരെയൊക്കെ സഹായിക്കുന്നുള്ള ഇനി ഒരു 10 ദിവസം കൂടിയുണ്ട്. വലിയ ചേഞ്ചസ് ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ചില തീരുമാനങ്ങൾ ചിലരെടുത്തിട്ടുണ്ടാവണം. ചില തീരുമാനങ്ങൾ എന്ന് പറയുന്നത് നമുക്ക് പരസ്യമായി പറഞ്ഞ് സമയം ദൈർഘ്യം ആയതുകൊണ്ട് ഞാനത് പറയുന്നില്ല. പക്ഷെങ്കിലും കൃത്യമായി ഇത് വർക്കൗട്ട് ചെയ്യുന്നത് ഏത് തരത്തിലെന്നുള്ളത് ഈ വരുന്ന 10 ദിവസമുണ്ട്. ഒരു ദിവസം കൊണ്ടും ഒരു മണിക്കൂർ കൊണ്ടും വോട്ടേഴ്സിൻ്റെ മനസ്സ് മാറാം. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത് പ്രവചനങ്ങൾക്കില്ല. സ്വാഭാവികമായും മഞ്ചേശ്വരം മണ്ഡലം ഒറ്റ കാര്യത്തിലാണ് മഞ്ചേശ്വരം, അത് നമുക്ക് ഒഴിവാക്കാതിരിക്കാൻ കഴിയില്ല. ഒരൊറ്റ കാര്യത്തിലാണ് മഞ്ചേശ്വരത്തിൻ്റെ റിസൾട്ട് ശ്രദ്ധയാകർഷിക്കുന്നത്. സുരേന്ദ്രൻ അവിടെ വിജയിക്കുമോ ഇല്ലയോ എന്ന്. സ്വാഭാവികമായും ഇനി നമുക്ക് പറഞ്ഞു വന്നാൽ കാന്തപുരം മോന്തിയുമായി കണ്ടതും SDPI അവിടെ നിന്ന് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ട് പിൻവലിച്ചതും ഒക്കെ നമുക്ക് കൂട്ടി വായിക്കേണ്ടി വരും. പറഞ്ഞു വന്നാൽ മഞ്ചേശ്വരത്തെ കുറിച്ച് ഇനിയും 10-20 മിനിറ്റ് സംസാരിക്കാം. അവിടെ ഒരു സ്ഥാനം SDPIയോ അല്ല മറ്റേതെങ്കിലും ഒരു ഒരു പാർട്ടി സ്ഥാനാർത്ഥിത്വം പിൻവലിച്ചു എന്ന് വച്ചിട്ട് അവർ കൊടുക്കാൻ ഉദ്ദേശിച്ചിരുന്ന ഒരു വോട്ട് കൊടുക്കാതിരിക്കുമെന്ന് നമുക്ക് കഴിയാൻ പരസ്യമായിട്ടങ്ങ് ഉറപ്പാക്കാൻ കഴിയില്ല. പിന്നൊരു കാര്യം, ഞാൻ മത്സരിക്കുമ്പോൾ അത് നൽകുന്ന ഒരു സന്ദേശം, ആ സന്ദേശം പൊതുവിൽ നിന്നും അപ്രത്യക്ഷമാക്കാൻ ഈ മത്സരിക്കുന്നവർക്ക് കഴിയും. SDPI സ്ഥാനാർത്ഥി നിന്ന് പിൻവലിച്ചിരിക്കുന്നു, അതിർത്തി പരിഹരിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് കേൾക്കാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം ഏത് ഭാഗത്തേക്കായിരിക്കും ആ വോട്ടുകൾ പോകുക എന്ന്. ഇനി അതൃപ്തമായിട്ടുണ്ട് എങ്കിൽ അത് ഏത് ഭാഗത്തേക്ക് തിരിഞ്ഞു വീഴുമെന്നും അറിയാം. മോദിയും കാന്തപുരവും തമ്മിലെ കൂടിക്കാഴ്ചയിൽ ഒരുപക്ഷെ രാഷ്ട്രീയ ഈ പ്രവചന സിംഹങ്ങൾ പറയുന്നത് പോലെ ചില ഡീലുകൾ അവിടെ ചില കാര്യങ്ങൾ സംസാരിച്ചിട്ടുണ്ടാവും. അങ്ങനെയെങ്കിൽ ഒരുപക്ഷെ മഞ്ചേശ്വരത്തിൻ്റെ കാര്യം നമുക്ക് അറിഞ്ഞുകൂടാത്ത കാര്യം, അടച്ചിട്ട് മുറിക്കാത്ത രണ്ടുപേരും സംസാരിക്കുമ്പോൾ എന്തൊക്കെയാവും നമുക്ക് പറയാനേ കഴിയില്ല. പക്ഷേ എങ്കിലും രാഷ്ട്രീയമായ ചില കൊടുക്കൽ നടന്നിപ്പോൾ നമുക്കറിയാൻ കഴിയില്ല. അതിലാദ്യം ഒരുപക്ഷെ മഞ്ചേശ്വരം ആയിക്കൂടായുകയില്ല, പിന്നെ കാസർഗോഡ് ആയിക്കൂടായുകയില്ല, കേരളത്തിലെ പല മണ്ഡലങ്ങളും ആയിക്കൂടായുകയില്ല. അപ്പോൾ അങ്ങനെയൊക്കെ സംഭവിച്ചാൽ എങ്ങനെയാണ് വോട്ട് മറിയുക എന്ന് നമുക്കറിയില്ല. ഇനിയും പറഞ്ഞു വന്ന ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത്തരം കാര്യങ്ങളാണ് അവിടെ സ്വാധീനിക്കുന്നത്. എന്തായാലും ഒരൊറ്റ ചോദ്യത്തിന് ഉത്തരമാണ് മഞ്ചേശ്വരം തരേണ്ടത്. ഇവിടെ കെ സുരേന്ദ്രൻ വിജയിച്ച് കയറുമോ? അത് പ്രേക്ഷകർ തന്നെ തീരുമാനിക്കുക. പിന്നെ കാസർഗോട്ടുകാർ, മഞ്ചേശ്വരംകാർ തീരുമാനിക്കട്ടെ.